വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടൽക്ഷോഭം മൂലം തകർന്നിട്ടുള്ള കടൽ ഭിത്തികൾ പുനഃസ്ഥാപിക്കുക, ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുള്ള വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടലോര മേഖലയിൽ അധിവസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ പാവപ്പെട്ട മറ്റിതര വിഭാഗത്തിലെ ആളുകളെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി, ഭാരതീയ ജനതാ യുവമോർച്ച കുറച്ച് ദിവസങ്ങളായി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത്തരത്തിലുള്ള സമര പരിപാടിയാണ് ഈ താലൂക്ക് ഓഫീസ് മാർച്ചിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തവണ എറിയാട്, എടവിലങ്ങ്, നമുക്കറിയാം കയ്പമംഗലം മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, കയ്പമംഗലം മണ്ഡലത്തിൻ്റെ 7 പഞ്ചായത്തുകൾക്കും തീരപ്രദേശങ്ങളുണ്ട്. ആ തീരപ്രദേശങ്ങളിൽ എറിയാട് പഞ്ചായത്തിലും അതുപോലെ തന്നെ എടവിലങ്ങ് പഞ്ചായത്തിൻ്റെയും തീരപ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ കടലാക്രമണ രൂക്ഷത ഇത്തവണ അനുഭവപ്പെട്ടത്. യുവമോർച്ച കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് MP പ്രശാന്ത് അധ്യക്ഷനായി. പോണത്ത് ബാബു, KK വിശ്വനാഥൻ, KS സുനിൽകുമാർ, MG പ്രശാന്തലാൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തും പ്രൈമറി ഹെൽത്ത് സെന്ററും നാട്ടിക SN കോളേജ് NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച മഴക്കാല ജന്യ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നാട്ടിക SN കോളേജ് അങ്കണത്തിൽ വച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയുന്നത് പോലെ ഹിമാലയത്തിൽ നിർത്താതെ പെയ്യുന്ന മഴ വടക്കേ ഇന്ത്യയിൽ ദുരന്തം വിതക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കിടപ്പാടം വിട്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ അനുദിനം എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ കേദാർനാഥ് ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷ്യത്തിലെത്താതെ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VR വിജയൻ, ലിജി നിതിൻ, മെമ്പർമാരായ KP സുഖദാസ്, ശ്രീദേവി മാധവൻ, MK മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡേവിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീജിത്ത് PS, NSS കോർഡിനേറ്റർ പ്രൊഫസർ KP രമ, പ്രവർത്തകരായ PM സിദ്ദിഖ്, PSP നസീർ, CS മണികണ്ഠൻ, ആശാ വർക്കർമാർ, NSS വളണ്ടിയർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 5, 7, 8 വാർഡുകളിലായി 11 സ്ക്വാഡുകൾ ഗൃഹസന്ദർശനം നടത്തി. ലഘുലേഖ വിതരണം, ബ്ലീച്ചിംഗ് പൗഡർ വിതരണം, ഉറവിട നശീകരണം, ബോധവൽക്കരണ പ്രവർത്തനം തുടങ്ങിയവയും നടത്തി. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് AEO AB ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ എങ്ങടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ C ശങ്കരനാരായണൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ലത ടീച്ചർ, തളിക്കുളം BPO സായ ടീച്ചർ, BRC ട്രെയിനർമാരായ ബിജി, സൽമ, PTA പ്രസിഡന്റ് ഹബീബ മജീദ്, പ്രവീൺ മാസ്റ്റർ, നസീറാബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും നടത്തി. ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വർക്കല ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഋതപരാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. ചോലയിൽ കുഞ്ഞുമാമി വൈദ്യരുടെ സ്മരണയ്ക്കായി പൗത്രൻ ചോലയിൽ രാമൻ മകൻ ബാബു വൈദ്യരും കുടുംബാംഗങ്ങളുമാണ് ഗുരുദേവ ക്ഷേത്രവും ഗുരുദേവ ബിംബവും വഴിപാടായി നൽകിയത്. നടപ്പുരവാതിലിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു.
കയ്പമംഗലം ചന്ദ്രാപിന്നി ഈസ്റ്റ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഫെബി പുളിക്കൻ കൊടിയേറ്റ് നിർവഹിച്ചു. ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക മടങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. കർത്താവാം മിശിഹാതൻ കാരുണ്യവും സാധനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും. 22-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 23-ന് രാവിലെ 10-ന് തിരുനാൾ ദിവ്യബലി, സന്ദേശം എന്നിവയും ഉണ്ടാകും. രൂപത വൈസ് ചാൻസലർ ഫാദർ ജോജു കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചരമവാർത്തകൾ. പുന്നക്ക ബസാർ കൂളിമുട്ടം എമ്മാട് വെളിയത്ത് കുഞ്ഞാണ്ടി ഭാര്യ പൊന്നിക്കുട്ടി നിര്യാതയായി. 92 വയസ്സായിരുന്നു. ചന്ദ്രിക, ദേവദാസ്, ലീലമണി എന്നിവർ മക്കളും പത്മനാഭൻ, കുമാരൻ, ബേബി എന്നിവർ മരുമക്കളുമാണ്. എടമുട്ടം കഴിമ്പ്രം പരേതനായ കളത്തിൽ രാമൻ മകൻ മാണിക്കൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സുമതിയാണ് ഭാര്യ. തത്ത, സന്തോഷ്, ജയന്തി, മനോജ് എന്നിവർ മക്കളും വേണു, സുമി, ജ്യോതി, ബാസു, സ്വപ്ന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൽപ്പണക്കാരെന്ന് കരുതി മലപ്പുറം സ്വദേശികളെ മർദ്ദിച്ച് പണവും മൊബൈലും കവർന്ന കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. നിരവധി ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങണമെന്നും MLA എന്ന നിലയിൽ തന്റെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകുമെന്നും VS സുനിൽകുമാർ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.